കടയിൽ മിക്ക ദിവസങ്ങളിലും ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. ബീഫ് കറി മീൻ കറിയാണ് ഡെയിലി ഉണ്ടാകാറ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി ആ ഒരു ടേസ്റ്റിൽ ഇപ്പോൾ കുറേ ആൾക്കാർ ചേച്ചി ചിക്കൻ കറി ഉണ്ടോ എന്ന് ചോദിച്ച് വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ കുറേശ്ശെ ആയിട്ട് ചിക്കൻ കറി ഡെയിലി കയറ്റി കൊടുത്താലോ എന്നോർത്ത് അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. അപ്പം നമ്മുടെ കടയിൽ പാചകം ചെയ്യണ ചേട്ടൻ പോയി. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാനാണ് ഇപ്പോൾ പാചകം ചെയ്യണം. അപ്പോൾ രാവിലത്തെ എല്ലാം ഞാനും അനീഷും കൂടി ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്ക് വരുന്നത് പച്ചക്കറിയൊക്കെ അനിയത്തിയാണ് ചെയ്യണത്. അപ്പോൾ അവൾ പറയും താൻ ചിക്കനും മീനും ബീഫൊക്കെ താൻ ഉണ്ടാക്കിക്കോ, പച്ചക്കറികളൊക്കെ ഞാനും ചേച്ചിയും കൂടി ചെയ്തോളാം എന്ന് പറയും. അപ്പം ഞാൻ പറയാം എന്നാൽ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി തടിയെന്ന് പറയും. അങ്ങനെ ചേച്ചിയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി ചിക്കനൊക്കെ തന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എന്താണ് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ എന്ന് വെച്ചാൽ 4 കിലോനും 200 ഗ്രാം ഉണ്ടായിരുന്നേ. ഇത് അപ്പുറത്തിരുന്ന് ഒരു കറി വേകണണ്ട എന്തെന്നാണെന്നറിയാമോ, അത് ബീഫ് കറിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ബീഫ് കറിയാണ്, നല്ല ടേസ്റ്റാണ്. അത് നാളെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ചിക്കനൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല, കുഴച്ചെടുത്ത് അപ്പം തന്നെ ഞാൻ കറി വെക്കാൻ പോണേണ്ട. വേറെ ഒന്നും അല്ല കേട്ടോ, സമയമില്ല. ഒന്ന് ഓർത്താൽ സമയം ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചോ. ഇനി ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 സവാള ഉണ്ട് അരിഞ്ഞത്. കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ഉതിർത്തി കൊടുക്കണ്ട. അപ്പോൾ ഒരേപോലെ നമുക്കിതൊന്ന് വാടിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 8 സവാള എന്ന് പറഞ്ഞാൽ വലിയ സവാള എന്നല്ല കേട്ടോ, ചെറിയ കുഞ്ഞു സവാള ഉണ്ട് അരിഞ്ഞെടുത്തത്. അത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സവാളയെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ഞാനിത് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് നമ്മളൊരു സാധനം ചേർക്കുമല്ലോ, ഉപ്പ്. അതും കൂടി ചേർത്തതിന് ശേഷം എന്താ ഇതേപോലെയാണ് നമ്മൾ ഫ്രൈ ആക്കി എടുത്തേക്കണത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള വറുത്ത് കോരി ആ ഒരു ചിക്കനിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്ത് ഈ ചൂടുള്ള സവാള ചിക്കനിലിട്ടിട്ട് പിന്നെ കുഴച്ചെടുക്കുമ്പോൾ കയ്യും പൊള്ളിപ്പോലെ, എന്നാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ ഇട്ടിട്ട് എല്ലാം മസാല ചെയ്തെടുക്കാമെന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ തക്കാളി ഒരു 2 എണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ ഇതേപോലെ ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൈയളവിലാണ് എല്ലാം ഇടുന്നത്, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ അതേപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്തിക്കുന്നത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കനെ കുഴച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇങ്ങനെയല്ലേ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഈ ഒരു കറി വെക്കണമെങ്കിൽ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ചിക്കൻ കറിക്ക് ഞാൻ മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല. മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ കറിയൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഈ ചിക്കൻ മേടിച്ചത് 4,200 ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല, 2 ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരു ചിക്കൻ 16 പീസ് ഉണ്ടാവും, 2 ചിക്കൻ എന്ന് പറയുമ്പോൾ 32 പീസ് ഉണ്ടാവും. അപ്പം മൊത്തത്തിൽ 2 പീസ് വെച്ചിട്ട് 16 പേർക്കുള്ള ചിക്കൻ കറിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഞാനൊന്ന് മൂടി തുറന്ന് നോക്കണുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ചിക്കൻ കറി മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്നിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞാൻ നോക്കിയപ്പോഴേ ചിക്കൻ വെന്തിട്ടില്ല, ഗ്രേവി കുറുകയും കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ ഞാൻ ഓർത്തേ ഒന്നും കൂടി വേവിച്ചെടുക്കാമെന്ന് ഓർത്ത്. അപ്പം ഞാൻ എന്തെന്ന് അറിയാമോ, ഇതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടി വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അപ്പം പൊടിച്ച ഗരം മസാല ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് മല്ലിച്ചീര ഈ ബീഫിലും ചിക്കനിലൊക്കെ ഇടുന്ന ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇത് ഒഴിവാക്കാമെന്നാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി കൂട്ടിയതിന് ശേഷമാണ് മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ അപ്പുറത്ത് ബീഫിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്, ചിക്കൻ്റെതുണ്ട്, അതേപോലെ തന്നെ മീൻ കറി വെക്കുന്നുണ്ട്. 2 കൈ കൊണ്ട് ഓടി നടന്ന് പണിയും എടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഒന്നും കൂടി മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലോണം വെന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
അപ്പം ഞാൻ ഓർത്തേ എന്നാൽ പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലോ എന്ന്. അങ്ങനെ ഞാൻ എന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ട് എന്ത് ചെയ്തെന്ന് അറിയാം, നല്ല കട്ടിപ്പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല കുറുകലുണ്ട്, എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത് കേട്ടോ. തേങ്ങ പോലെ ചെയ്യുമ്പോൾ തന്നെ കറിയുടെ കളർ തന്നെ വ്യത്യാസം വരും, വേറൊരു കറിയാവും. അപ്പം ഞാനെടുത്ത് ഒന്നും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. അങ്ങനെ ഞാൻ കുറച്ച് നേരവും കൂടി മൂടി തുറന്ന് വെച്ചിട്ടാണ് ഞാൻ തിളപ്പിച്ചെടുത്തത്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതേ നേരമൊന്നും നിൽക്കണില്ല, മതി. നമ്മളെ ചിക്കൻ കറി ഇതേ കണ്ടില്ല എല്ലാവരും, നല്ല തിളക്കണത്. ഇതാ ഇറക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇളക്കി കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പം നോക്കി നന്നായിട്ട് നല്ല ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഈ ഒരു ചിക്കൻ കറി. സത്യം പറഞ്ഞാലേ ഈ പതിഞ്ഞ സ്വരത്തിൽ ഞാൻ സംസാരിക്കണം എന്താണെന്നറിയോ, അപ്പുറത്തെ വയറിങ്ങിൻ്റെ ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ തൊട്ടപ്പുറത്തെ മുറിയിലുണ്ട്, ഒരു സ്വിച്ച് പിടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ടിട്ട് ഞാൻ പയ്യനോട് സംസാരിക്കണം. എനിക്കാണെങ്കിൽ അടഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചിട്ട് എൻ്റെ ഭ്രാന്ത് കയറുന്നുണ്ട്. ഇതേ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ കറി ഇതേ കാണിച്ച് തന്നെ വേണ്ട, നല്ല ഗ്രേവി ഉണ്ട് കേട്ടോ. ഞാൻ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള ഈ ഒരു ചിക്കൻ കറി ഇല്ലേ, നമ്മൾ എന്തിൻ്റെ കൂടെയും കഴിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും, അല്ല ആദ്യം ഉണ്ടാക്കി നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ നല്ല വീഡിയോ ആയിട്ട് ഓടിയെത്തുന്നതായിരിക്കും. താങ്ക് യു.